ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു മാമോസിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മേടപ്പത്താണ് കേട്ടോ. മേടപ്പത്ത്, പത്താം ഉദയം എന്നൊക്കെ പറയും മേടപ്പത്തിന് അല്ലേ. മേടപ്പത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്തൊരു സാധനവും ഭൂമിയിൽ മണ്ണിനടിയിൽ കുഴിച്ചു വെച്ചാൽ നല്ല ഫലം കിട്ടും എന്നാണ് പറയുന്നത് മേടപ്പത്തിന്. അതുകൊണ്ട് കർഷകരാണല്ലോ ഇടുക്കിയിലുള്ളവർ മൊത്തം തന്നെ ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ 99 പേരും കർഷകരാണ് നമ്മുടെ ഇടുക്കിയിൽ. അപ്പം എല്ലാവരും ഇന്ന് മണ്ണിലിറങ്ങി പണിയുന്ന ഒരു ദിവസമാണ് കേട്ടോ. ചേന ആയിക്കോട്ടെ, ഇഞ്ചി ആയിക്കോട്ടെ, കാച്ചില്, ചേമ്പ്, പയറ് വിത്തുകൾ, അതുകൊണ്ട് തന്നെ ഓരോ സാധനങ്ങളും വാഴ പിരിച്ചു വെക്കല്, അങ്ങനെ ഒത്തിരി 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 വാഴ പിരിച്ചു വെക്കാന്ന് പറഞ്ഞാൽ വാഴ ഒത്തിരി വിൽക്കുന്നിടത്ത് വിരിക്കുന്നത്, അല്ലെങ്കിൽ വാഴ തൈ മേടിച്ചുകൊണ്ട് വരുന്നതല്ലേ, അങ്ങനെ എല്ലാ സാധനങ്ങളും നടുന്ന ഒരു ദിവസമാണ് കേട്ടോ മേടപ്പത്ത്. അതുകൊണ്ട് തന്നെ പിന്നെ എടുത്തു പറയേണ്ട ഒരു ദിവസം എന്ന് പറഞ്ഞാൽ മേടപ്പത്തിനാണ് നമ്മുടെ അരിയത്രപ്പള്ളിയിലെ, ഈരാറ്റുപേട്ടയിലെ അരിയത്രപ്പള്ളിയിലെ അരിയത്രവല്ലീശന്റെ പെരുന്നാൾ കേട്ടോ. അരിയത്രവല്ലീശന്റെ പെരുന്നാൾ ഒരു പ്രത്യേക പെരുന്നാൾ തന്നെയാണ്. അവിടെ ജാതി മതഭേദമന്യേ എല്ലാ ജനങ്ങളും ഓടിക്കൂടുന്ന ഒരു ആരാധനാലയമാണ് അരിയത്രപ്പള്ളി. നമ്മുടെ ഹിന്ദുക്കളുടെ അമ്പലത്തിൽ നിന്ന് ആനയും വെഞ്ചാമരവും ഒക്കെ ചെന്നാണ് ഹരിദ്രവല്ലീശനെ അവിടുന്ന് എടുത്ത് പ്രദക്ഷിണത്തിന്റെ കൂടെ കൊണ്ടുപോകുന്നത് കേട്ടോ. അതൊക്കെ ഒരു ഭയങ്കര അത്ഭുതമായിട്ടുള്ള, നല്ല കണ്ണിനും മനസ്സിനും ഒക്കെ ഒത്തിരിയും ഇത് തോന്നുന്ന ഒരു കാഴ്ചയാണ്. ഞാൻ പോകാറുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം പോകണം എന്നൊക്കെ വിചാരിച്ചാൽ നമ്മുടെ എൻ്റെ തൊഴിലുറപ്പിനകത്തുള്ള സൂസി എന്ന് പറഞ്ഞ ഒരു ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചി എന്നോട് പറഞ്ഞു നമുക്ക് പോകാം കേട്ടോ സിന്ധു, ഞാൻ വിളിച്ചേക്കാൻ പറഞ്ഞേന്നൊക്കെ. പക്ഷെ എൻ്റെ നമ്പർ ആളുടെ കയ്യിലില്ല തോന്നുന്നു. ഏതായാലും വിളി വന്നിട്ടില്ല. ഞാനും സത്യത്തില് മേടപ്പത്തെന്നുള്ള ആ ദിവസം അങ്ങോട്ട് വിട്ടുപോയായിരുന്നു കേട്ടോ. മേടം ഒന്ന് തുടങ്ങി 10ാമത്തെ ദിവസം വരെ എല്ലാവരും നോക്കിയിരിക്കുന്ന ദിവസമാണ് ഇങ്ങനെ ഓരോ സാധനങ്ങൾ നടാനായിട്ടൊക്കെ. അപ്പൊ ചേച്ചി രാവിലെ ചോദിച്ചു ഇഞ്ചി ഒന്നും നടന്നില്ല സിന്ധു കേട്ടോ. അപ്പൊ ചേച്ചി ഇന്ന് മേടപ്പത്താണോ? ഇന്ന് മേടപ്പത്താന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ മേടപ്പത്ത് എന്നുള്ളത് ഞാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതല്ലേ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസമൊക്കെ ഇച്ചിരി എക്സസൈസ് കൂടുതൽ ചെയ്യുന്നതിൻ്റെ അതൊന്നും ഷോൾഡറിന് രണ്ടിനും, ഈ കൈക്ക് മാത്രമേ എനിക്ക് പെയിൻ ഉള്ളായിരുന്നു. ഇപ്പം ഇതിനോട് ഒരു ശകലം പെയിൻ ആയിട്ടുണ്ട്. ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ആയിരിക്കുമേ. അപ്പം ചേട്ടാ എന്നോട് രാവിലെ പറഞ്ഞു ഇന്ന് എന്തായാലും വന്ന് മെഷീനെ കയറ്, മെഷീനെ വന്ന് കുറച്ച് സമയം കിടക്കുക, അന്നേരം വേദന മാറി കിട്ടും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അന്നേരമാണ് നമ്മുടെ മേടപ്പത്താണെന്നുള്ള ദിവസമാണെന്ന് അറിയുന്നത്. അപ്പം നമുക്ക് ഇച്ചിരി ഇഞ്ചിയും ചേനവിത്തൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ, ചേനയൊക്കെ മുളച്ചോന്ന് പോലും അന്ന് വെച്ചാണ്, ഞാൻ നോക്കിയിട്ടേ ഇല്ല കേട്ടോ. മുള വന്നിട്ടുണ്ടോ? ഇഞ്ചിക്കൊന്നും മുള വന്നില്ലെങ്കിലും സാരമില്ല, മണ്ണടിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആയിക്കോളും. ചേനയ്ക്ക് പക്ഷേ മുളയില്ലെങ്കിൽ ശരിയാകത്തില്ല. മുള വന്നിട്ടുണ്ടോ എന്നാന്ന് അറിയത്തില്ല. പിന്നെ ഒരു 2-3 കാച്ചിലിൻ്റെ ഉണ്ട്, അത് നമുക്ക് നടാം. ചേനയും നടാം, ഇഞ്ചി നടാം അല്ലേ. അപ്പം ഇന്നത്തെ സൗണ്ടാണ് കേട്ടോ. എന്നെ ചെയ്യാനാ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലാത്ത ഇതാ, എന്നെ ചെയ്യാൻ പറ്റും. എല്ലാ വീഡിയോയ്ക്കകത്ത് ഈ മൂടിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും എന്നറിയാം, പക്ഷെ എന്നെ ചെയ്യാനാ. അപ്പം ഇന്ന് കർഷകശ്രീ ആളാണ് കേട്ടോ. താഴോട്ട് ഇറങ്ങി വീഡിയോ എടുക്കുന്നതിൻ്റെയൊക്കെ ഞാൻ വോയിസ് കൊടുക്കേണ്ടി വരും, കാരണം അത്രയും കൂടെ അടുത്താകുമ്പോഴത്തേനും സൗണ്ട് കൂടുതലാവും. പിന്നെ അല്ലെങ്കിൽ അവരുടെ പണി സമയം കഴിയുന്ന ഒരു ഉച്ചയ്ക്ക് ഇച്ചിരി ഒരു ഫുഡ് കഴിക്കാൻ പോകുന്ന സമയമല്ലേ ഉള്ളൂ, അല്ലാത്ത ഫുൾ ടൈം അതിങ്ങനെ ഓണായിട്ട് തന്നെ ഇരിക്കും. അന്നേരം പിന്നെ നമുക്ക് എപ്പോഴാണ് നോക്കി അങ്ങനെ എടുക്കാനും പറ്റത്തില്ല. അപ്പം നിങ്ങളെല്ലാവരും ക്ഷമിക്കുക, കുറച്ച് സൗണ്ട് കാര്യങ്ങളും വോയിസും ഒക്കെ നിങ്ങൾ വിട്ടുകളാട്ടോ, ക്ഷമിക്കുക കേട്ടോ. അപ്പം എന്തായാലും നമുക്കിന്ന് പറമ്പിലോട്ട് ഇറങ്ങിയാലോ. വളയിട്ട കൈകൾ കൊണ്ട് പണിയ അല്ല, സമ്പത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ ആവത്ത് കാലത്ത് കാവത്ത് തിന്നാ. നമ്മുടെ കൈ കൊണ്ട് എന്തെങ്കിലും ഒക്കെ ഒന്ന് നട്ട് പറിച്ചെടുക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. നിസ്സാരം കഴിഞ്ഞ ദിവസം കരിക്ക് താഴെ വീണതാ, ഞാൻ തന്നെ നട്ടു വെച്ചത് തെങ്ങിൻ്റെയാ. അപ്പൊ നമുക്കൊരു ഭയങ്കര സന്തോഷമില്ലേ. എന്തൊരു സാധനം, ഒരു കാന്താരിയാണെങ്കിലും ഞാൻ സ്വന്തമായിട്ട് നട്ടു വെച്ചതെന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എനിക്കൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പൊ എനിക്ക് ഇച്ചിരി പണിയൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടം. ഈ ആരോഗ്യ പ്രശ്നത്തിന് ഒരു ഇതേ ഉള്ളൂ, എന്നാലും വേണ്ടിയല്ല. നമുക്ക് ഇപ്പൊ പോയി എല്ലാം നട്ട് റെഡിയാകാം കേട്ടോ. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർ വരട്ടെ, അല്ലെ പണിക്കാരെ നിർത്താൻ, അങ്ങനെ ഒന്നും നോക്കാം. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാന്നാണ്, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഒന്നുകൂടി ഒരു എനർജിയും കാര്യങ്ങളും ഒക്കെ കിട്ടും. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്രദമാകും കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ പോയി കണ്ടാലോ. ഇന്ന് രാവിലെ തന്നെ ഇച്ചിരി തയ്യലായിരുന്നു കേട്ടോ. ഈ പാൻറ്റിൻ്റെ ഒക്കെ പരിപാടി ചേട്ടാ എന്നാ, ഈ കാലിൻ്റെ അവിടെ ചവിട്ടി കീറിപ്പറിച്ചതേ ഈ പരിപാടി വരും. ഇതിൻ്റെ അതെയായിരുന്നു. ഇതിൻ്റെ ചൂട് വിട്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കുട്ടായി വന്നപ്പോൾ പാളി ആ പാൻറ്റ് കീറിയിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞത്. ഞാൻ ചുമ്മാ നോക്കി, പക്ഷെ അല്ലായിരുന്നു, അതിൻ്റെ ചൂട് വിട്ടിരിക്കുകയായിരുന്നു. തേങ്ങാച്ചാക്ക് നോക്കിയപ്പോൾ ഒരു സൗണ്ട് കേട്ടടി, ഇത് ഒന്നും പറയണ്ട. അപ്പോൾ പിന്നെ കിങ്ങിണി മോളുടെ 2 കുഞ്ഞുടുപ്പുണ്ടായിരുന്നു അടിക്കാനായിട്ട്. കൈ കൂടുതലാന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വെട്ടിക്കളഞ്ഞ്, ഇത്രയും വെട്ടിക്കളഞ്ഞ് അങ്ങ് അടിച്ചു. അടിച്ചു. പിന്നെ അനശ്വരമോളുടെ അമ്മ കയറി വന്നു.
രജനി അവളുടെ ഒരു ടോപ്പിൻ്റെ കൈവണ്ണം കുറച്ച് കൊടുക്കാമെന്ന് ചോദിച്ചു. എനിക്കാണെങ്കിൽ തയ്ക്കാൻ ഭയങ്കര മടിയാണ്. അതെന്നു വെച്ചാൽ എനിക്ക് തയ്ക്കുമ്പോൾ വേദന കൂടും, അതുകൊണ്ട് മടിയാ. ഞാൻ പിന്നെ തയ്ച്ചു കൊടുത്ത അവൾ അത് ചോദിച്ചല്ലേ തോർത്ത്. അവൾ വന്നത് കൊണ്ട് ഇതും അങ്ങോട്ട് അടിച്ചു, അല്ലെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് മടിയാണേ, ചെയ്യല്ല. എത്ര ദിവസമായിട്ട് ഇതിങ്ങനെ എടുത്തെടുത്ത് മെഷീനെ കൊണ്ട് വെച്ചേക്കും അടിക്കേണ്ടത്, പക്ഷെ ചെയ്യല്ല. കിങ്ങിണിമോളുള്ളപ്പം വിഷുവിന് ഇടാമെന്ന് പറഞ്ഞാൽ അമ്മ ആ മഞ്ഞ ഒന്ന് അടിച്ചു തരാൻ പറഞ്ഞ അമ്മു, പക്ഷേ അന്നൊന്നും അടിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവനെയൊക്കെ രാവിലെ ചെയ്തു. ഇനി കുറേ പരിപാടികളുണ്ട്. അപ്പം നമ്മുടെ ചേനയും ഇഞ്ചി ഒക്കെ എന്നായി വരുമോ നോക്കാം. നല്ല പാമ്പ് കൊണ്ടോന്ന് അറിയത്തില്ല. അതേ ഞാൻ കല്ലൊക്കെ എടുത്ത് വെച്ചന്നേ വെച്ചതാണേ. എൻ്റെ പാമ്പ് കൊണ്ടെന്ന് പോലും പറയാൻ പറ്റത്തില്ല, തണുപ്പല്ലേ. ഏതായാലും ഇച്ചിരി ഇങ്ങോട്ട് വലിച്ച് നീക്കിയിട്ട് എടുത്തൊക്കെ നോക്കാവേ. അയ്യോ, കാച്ചിരുവന്നെ ഇങ്ങനെ കിളുത്ത് കയറിയതോ. അയ്യോ, ഇപ്പം ഇവിടെ തന്നെ വെച്ച് കാച്ചിന് മാറ്റി പഠിക്കണമെന്ന് തോന്നുന്നു. അതേപോലെ കിളുത്ത് കയറിയിട്ടുണ്ട്. അപ്പം എന്തേ കാച്ചിന് നന്നായിട്ട് കിളുത്ത്. ചേന എന്നായെന്ന് നോക്കട്ടെ. ഈ ഉറുമ്പ കേട്ടോ. മുള വന്നിട്ടുണ്ട്, കുഞ്ഞു മുളകളാരും ഉണ്ടോ കണ്ടോ. ഇത് സത്യത്തിൽ 3 മുള വന്നിട്ടുണ്ട്. ഒരെണ്ണം മുറിക്കാനായിട്ട് അയ്യോ 2 അടുപ്പിച്ചടുപ്പിച്ചാണ് വന്നേക്കുന്നത്. ഇത് പിന്നെ കുഴപ്പമില്ല, ഈ പല്ലി. അപ്പം 3 ആക്കാം. ഇതെങ്ങനെയെങ്കിലും കട്ട് ചെയ്യാൻ നന്നായിട്ട് വലിയ ഇത് പാടുപെടാതെ എങ്ങനെയും 3 ആയിട്ട് കേട്ട് ചെയ്യും. വെച്ചതിന് എത്ര മുളകൊന്നും നോക്കട്ടെ. ഇതിന് കുഴപ്പമില്ല കേട്ടോ. ഇതിനും കൊണ്ട് 3-4 മുള വന്നിട്ടുണ്ട്. ഇതിന് കണ്ടോ. അയ്യോ കണ്ടോ, വലിയ ശക്തി എന്നുള്ള സൈസ് അല്ല. ഇതിലോട്ടേക്ക് നമുക്ക് ഇതിനെ ഒന്ന് മുറിച്ച് സെറ്റാക്കി കൊണ്ടുപോയി നടാം. മുളയൊന്നും പോകാതിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം എന്നാ പറയണ്ടേ, സജിയാണ് എനിക്ക് മുറിച്ച് തന്നത്. ഈ പ്രാവശ്യം തന്നെ മുറിക്കാം അല്ലേ. ഇങ്ങനെ കറക്റ്റ് മുളയൊക്കെ പോട്ടില്ലാത്ത രീതി മുറിച്ചെടുക്കാം. അയ്യോ, ആ കത്തി പൊട്ടിച്ച് കത്തിയുടെ പിടി പോയി. അത് കൊള്ളത്തില്ലാത്ത കത്തിയാ, ഇല്ലൊക്കെ കൊള്ളത്തുള്ളൂ. എന്തമ്മേ ഒന്നുകൂടെ ഇതാക്കണമെന്ന് തോന്നേ. മുറിക്കുക, ചേന മുറിക്കുക അറിയാവുന്നവരല്ലെങ്കിൽ ഇച്ചിരി പാടാട്ടോ. ഓക്കെ, ഏറ്റവും കഷ്ടമൊന്നും ഇല്ലല്ലോ. മോളെ കൊള്ളല്ലോ. ഇത് ഇച്ചിരി പാടില്ലാത്തതാണ്. മറ്റേ കുറുക്കിനെ അതിലും വലിയ പാടായിരിക്കും. ഓക്കെ, ശരി. അമ്മ എൻ്റെ പാടപ്പെട്ടെന്നോ. അപ്പോൾ ഇതിനെ ഒരെണ്ണമായിട്ട് നോക്കാം. ഇനി ഇതിനെ നമുക്ക് 2 ആക്കാവേ. മോളെ പോയി കഴിഞ്ഞാൽ പിന്നെ ചേനയ്ക്ക് ഇതില്ല കേട്ടോ, വലിയ പട. ഓക്കെ, അപ്പം ചേനതേ 3 എണ്ണമായി. ഇനി നമുക്ക് ഇവനെ 4 മുളയുള്ളൂ, പക്ഷെ ഇതിനെ നമുക്ക് 3 എണ്ണം ആക്കാം. എന്താണെന്ന് വെച്ചാൽ അതിനുള്ളതേ ഉള്ളൂ. വലിപ്പം ചെറിയ ചേനയല്ലേ. അപ്പോൾ ഇതിനെ കൂടെ ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാൻ ഈ സർക്കസ് കാണിക്കുന്നത് കാണുമ്പോഴേ അവനെ കട്ട് ചെയ്തിട്ടൊക്കെ എല്ലാം എടുത്ത് കാണിച്ചു തരാം കേട്ടോ. എന്തൊക്കെയോ എടുത്തി കിടന്നു കൊക്കോ എന്നും പറഞ്ഞു കൊക്കോ കേട്ടോ. എന്നാണ് കുറച്ച് ദിവസമായിട്ട് ഒരുത്തിയെ മുട്ട ഇടുന്നുള്ളൂ. അത് ഏതവളാണ് ഇടുന്നതെന്ന് നമുക്ക് കറക്റ്റ് അറിയത്തുമില്ല. 2 അവളമാരേലും മുട്ടയ്ക്ക് നിറവ്യത്യാസമുണ്ട്. ഒരുത്തി ഇച്ചിരി വെള്ള ചേർന്ന്, ഒരുത്തി ഒരു ഇച്ചിരി കളർ കൂടിയ കളറുമാണ്. പക്ഷേ
ആരാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പം ചേനതേ ഞാൻ മുറിച്ച് സെറ്റാക്കി ഇതുണ്ടോ. അപ്പം നമുക്ക് 6 ചൂടിനുള്ളതുണ്ട് കേട്ടോ. 6 ചൂടിനുള്ളതുണ്ട്. ഞാൻ മാളുട്ടി അവിടെ നിന്ന് ഉച്ചച്ചിരി അവിടെ നിന്ന് കൊണ്ടുവന്നാ കേട്ടോ. 2 ഏന ജിഷൻ അന്ന് വലിയ കാര്യത്തിൽ ഇതിനകത്ത് വെച്ച് കെട്ടിപ്പറക്കിയൊക്കെ തന്നു കേട്ടത്. സ്കൂട്ടികളാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ 6 ആ 6 നമുക്ക് അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേനും ഒരു 12 നല്ല കിട്ടട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. അനശ്വരമോൾ അവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അനശ്വരമോൾ താഴെയുണ്ട്. അവളുടെ അച്ഛൻ വലിയ കൊണ്ട് വിളിക്കുന്ന വീഡിയോക്കകത്ത് വരാണ്ടെങ്ങനെ വിളിക്കാട്ടോ. പിന്നെ കൊച്ചിനെ സങ്കടപ്പെടുത്തണം വേണ്ടി ഞാൻ നിർബന്ധിക്കാത്താട്ടോ. അപ്പോൾ അവൾ കയറി വരുന്നൊക്കെ ഉണ്ട്. വീഡിയോക്കകത്ത് നിൽക്കുന്നതിനോടെ ഉള്ളൂ. ഇഞ്ചിയും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഒടിച്ച് റെഡിയാക്കി വെക്കണം. എന്നറിയാം, ഇഞ്ചി ആ ഒരു വലിയ പാവോടെ വെക്കുന്നതിലും നല്ലത് ഇച്ചിരി ചെറുതാക്കിയിട്ട് വെക്കുന്നത് നല്ലത്. എന്നാന്നറിയോ, അന്നേരം പിന്നെ അതിലോട്ട് വേറെ ഇതായിട്ട് വന്നോളൂ. അല്ല ഇങ്ങനെ തന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് കട്ടിക്കാൻ മടിയായിട്ടേ ഞാൻ അതേപടിത്തന്നെ വെച്ചു. പക്ഷെ അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. ഇതുണ്ടോ, ഇതൊക്കെ കുഴപ്പമില്ല. ഇതെന്നാ താഴ്ത്തുകാരുടെ വണ്ടിയുടെ കേട്ടോ. അപ്പം ദേ ഇങ്ങനെ ഒടിച്ചൊടിച്ച് ദേ ഇങ്ങനെ എടുക്കുക. ഇതിനൊക്കെ പിന്നെ ഇഞ്ചിക്ക് മുള വന്നോളും കേട്ടോ. മുളയുണ്ട്, എന്നാലും ഇനിയും മുള വന്നോളൂ, പ്രശ്നമൊന്നുമില്ല. ദേ അപ്പം അത്യാവശ്യം ഒരുമാതിരിയുള്ള വലുപ്പത്തിൽ പിന്നെ ഇങ്ങനെ ഒടിച്ചെടുക്കാം. വേണ്ട ഇനി വെയിലില്ലായിരുന്നു. ഇപ്പം ദേ വെയിലായി. ഇനിയിപ്പം വെയിലത്ത് പോയി കിടന്നോണ്ട് ചെയ്യണം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഒക്കെ അതിൻ്റെ നടക്കുന്നത് കേട്ടോ. ഒരു വണ്ടി കഴുകുമോ അങ്ങനത്തെ പരിപാടിയൊക്കെയാന്ന് തോന്നുന്നു. ഇങ്ങനെ ഒടിച്ച് കറക്റ്റായിട്ട് സെറ്റായിട്ട് അങ്ങ് എടുക്കാം. പ്രിൻ്റ് ചോദിക്കുമായിരുന്നു എന്നാ തിരിച്ച് നടാൻ പോകുന്നതെന്ന്. ഞാൻ പറഞ്ഞു ഇന്ന് മേടപ്പത്തല്ലേടി. ആണോ ഇന്നാണോ? അവർക്ക് കാച്ചിലൊക്കെ അവിടെ കിടക്കുന്നത്. എന്ന് പറിക്കണ്ടേ എപ്പോഴും പറിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. അതെന്നാടി ആ സൗണ്ട് കേൾക്കുന്നുണ്ട് മോളെ? ആരുടെ? നിങ്ങളുടെയോ? ആണോ? കോപ്പിറൈറ്റ് വരുമോ? അല്ല ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക. സൗണ്ട് ഓഫാക്കാൻ പറഞ്ഞവന് അമ്മയ്ക്ക് അറിയത്തില്ലേടി? ചിലപ്പോഴേ എനിക്ക് വീഡിയോയ്ക്ക് അതേ പിടിച്ച് ഞെക്കിയാ പോരെ. ആണോ? ആണ്ടറ കേട്ടോ. അതേ പിടിച്ച് ഞെക്കിയാ പോരെ നോക്കാൻ. ചിലപ്പോൾ ഇനി കോപ്പിറൈറ്റ് വരുവാന്ന് നടത്തില്ല. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കല്ലേ. മൊത്തത്തിനും വോയിസ് കൊടുക്കട്ടെ ചേട്ടോ. അത് അതും പടിയാവും. ചിലത് വേണ്ട 1-2 ഒക്കെ ഇത് അഴുക്കായിക്കും കേട്ടോ. അഴുക്കായി പോയി നമുക്ക് നടണ്ട. എന്നു വെച്ചാൽ പിന്നെ അത് കേടാവും. ഞാൻ ചേട്ടായി കൂടെ മേടിപ്പിച്ച കേട്ടോ. നമുക്ക് ഉണ്ടായിരുന്ന ഇഞ്ചി. പക്ഷെ എനിക്ക് നടാനായിട്ട് സ്ഥലമില്ലാന്ന് ഇല്ലാതായപ്പോഴേ പിന്നെ ഞാൻ എല്ലാവർക്കും വാരി കൊടുത്തിട്ട് എനിക്കില്ലാതായിപ്പോയി. ഈ പ്രാവശ്യം ഞാൻ ചേട്ടായി കൊണ്ട് പൈസ കൊടുത്ത് മേടിപ്പിച്ച് ഇത് മുക്കി വെച്ചേക്കുന്ന ചാണകം മുക്കി വെച്ചതാണ്. എന്നാ പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഇഞ്ചിയൊക്കെ നമുക്ക് സ്വന്തമായിട്ടുണ്ടോ പറിച്ച് ഇറച്ചിക്കാണെങ്കിലും മീനാണെങ്കിലും എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി എപ്പോഴും നമുക്ക് വേണ്ട സാധനം. വെളുത്തുള്ളി പിന്നെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടിൽ ഓസ് കൊടുക്കാത്തതിനോ ഓസ് കൊടുക്കാത്തതിനോ വണ്ടികൾക്കാണ് കേട്ടോ അമ്മയും മക്കളൂടെ. ശനിയാഴ്ച 11 മണിക്ക് വള്ളക്കട പള്ളി വെച്ച് 11 മണിക്ക് കാര്യം ചെയ്യാം. കല്യാണം വിളിക്കാൻ വന്നേക്കുന്നവരാണ് കേട്ടോ. ഷൂസും മുൻകൂട്ടിയിട്ടോടെ മനസ്സിലായില്ല. വീട്ടിലോട്ട് അമ്മ വേറെ ഇത് ആരുടെ വീടാ?
നേരെ മുകളിലത്തെ ഞാൻ പറഞ്ഞില്ലേ ചേച്ചിയുടെ വീട് തപ്പി വന്നതാണ്. ചേച്ചിയുടെ വീട് തപ്പി വന്നു. അപ്പം ഞാനിത്രയും ഓടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പോയി തടമൊക്കെ വെട്ടിയിട്ട് വരാം. വെട്ടിയിട്ട് വന്നിട്ട് ഇവനെ എടുത്തുകൊണ്ട് പോകാം. തടവും ചേമ്പിനുള്ള ചേമ്പലല്ലോ കാച്ചിലിനുള്ള കുഴിയൊക്കെ എടുത്ത് വെച്ചിട്ട് വരാം. അതേ മനെ ഭയങ്കര ചൂടാണ്. അതേന്നേ ഭയങ്കര ചൂടാ. എന്നാ ചെയ്യാനാ, എന്തോ വേണേ അതൊന്ന് നടാൻ വേണ്ടിയിട്ട് മടിച്ച അതിലാണ് നല്ല മൂടലുണ്ട് കേട്ടോ. വെയിലില്ല, അതുകൊണ്ട് നമുക്ക് ഇച്ചിരി എളുപ്പം കൊണ്ട് എവിടെയാണ് നടുന്നതെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ചീരയൊക്കെ കണ്ടിട്ട് കളയാനും തോന്നുന്നില്ല. എന്നാലും നമുക്ക് അവിടെ എവിടെയെങ്കിലുമൊക്കെ നടാം അല്ലേ. ഇവിടെ എവിടെയെങ്കിലും ഇഞ്ചി നടാം. ചേനയൊക്കെ ഇങ്ങനെ ഇടയ്ക്കൂടെ എവിടെയെങ്കിലുമൊക്കെ നടാം. തൽക്കാലം ഞാൻ ഇഞ്ചി ഇവിടെ എവിടെയെങ്കിലുമൊക്കെ തടം വെട്ടട്ടെ. ഇവിടെ എവിടെയെങ്കിലും വെട്ടാം അല്ലേ. ഭയങ്കര സൗണ്ടാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ വോയിസ് കൊടുത്തേക്കാന്നേ. മെഷീൻ്റെ സൗണ്ടും പിന്നെ ഞാൻ ഒരുക്കുന്നതിൻ്റെ സൗണ്ടും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും. അപ്പം ഞാൻ അവിടെ ഇഞ്ചിക്കുള്ള തടവെടുക്കുകയാണ് കേട്ടോ. അതിൽ ആദ്യം ഇങ്ങനെ കളയും ചെപ്പൊക്കെ ഒന്ന് മാറ്റി ചെറുതായിട്ടൊന്ന് മാറ്റി റെഡിയാക്കി എടുത്തു. എന്നിട്ട് തടം പോണക്ക് വെട്ടാൻ വേണ്ടി ആദ്യം ഒരുക്കുക കേട്ടോ. ഇതൊന്ന് ഒരുക്കി ആ ചെപ്പെല്ലാം ഒന്ന് മാറ്റി കളഞ്ഞിട്ട് വേണം നമുക്ക് തടവായിട്ട് വെട്ടിയെടുക്കാൻ. എന്നിട്ട് ഒരു ഷേപ്പ് കണ്ടിങ്ങനെ തടം പോണക്ക് വെട്ടിയെടുത്ത് തടം ഞാൻ വെട്ടുന്ന കൊടുക്കുന്നുണ്ട്. സ്പീഡ് കൂട്ടിയിട്ടേക്ക് കേട്ടോ. 2-3 വെട്ട് വെച്ച് വെട്ടിയിട്ട് ഞാൻ നിൽക്കുമായിരുന്നു. എനിക്ക് പറ്റുന്നില്ല. കൈക്ക് രണ്ടിനും നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നട്ടു വെക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. സൂസമ്മ ചേച്ചിയുടെ അവിടെ പോയിട്ട് പോകുന്ന ചേട്ടനാണ് കേട്ടോ അതിൽ നടന്നു പോയത്. അപ്പം ചേച്ചി അപ്പത്ത് നിന്ന് എന്തൊക്കെയോ എന്നോട് ചോദിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഉണ്ട്. ഇന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടല്ലേ നടന്നതെന്നോ അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇടയ്ക്ക് എന്തോ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണം എന്തോ കിട്ടിയത് ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ടതാണേ. ഈ കുഞ്ഞുങ്ങൾ വരുമ്പോഴത്തേക്ക് അവൾ കിങ്ങിണിമോളൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ബിങ്കോയോ അതും ഇതൊക്കെ തിന്നിട്ട് ചിലപ്പോൾ കവർ ഫ്രണ്ടിലോട്ടിടും. അങ്ങനെയുള്ളതൊക്കെ കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു തടം ഞാൻ വെട്ടി കേട്ടോ. എന്നിട്ട് ഇനി ആ ഇഞ്ചി കൊണ്ടുപോയി നമുക്കിങ്ങനെ ഓരോ ചെറിയ കൈ വെച്ച് തന്നെ മതി കേട്ടോ. ലേശം ഇങ്ങനെ മണ്ണ് മാറ്റി മണ്ണിനടിയിലോട്ട് ആക്കി വെക്കാം. ഇഞ്ചിക്ക് വലിയ കുഴി മാതിരി എടുത്തിട്ടൊന്നുമല്ലോ, ചെറിയ തടം. പിന്നെ ചേട്ടന്മാരൊക്കെ വെട്ടുന്ന ആ മാതിരിയൊന്നും അത്രയും പെർഫെക്റ്റ് ഒന്നും അതിനാണ് ഞാൻ വെട്ടുന്നത്. ഞാനിങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒരു ചെറിയ ഷേപ്പ് മാതിരി ആക്കും. ഏരി വെട്ടുക, തടവെടുക്കുക എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇഞ്ചിക്ക് നടുന്നതിന് ഇഞ്ചിക്ക് ഏരി വെട്ടുക, ഇഞ്ചിക്ക് തടം വെട്ടുക എന്നങ്ങനെയൊക്കെയാണ് പറയാറുള്ളത്. എനിക്ക് തോന്നിയ മാതിരിയൊക്കെ ഒന്ന് വെട്ടിപ്പിറക്കി വെച്ചു. എന്നിട്ട് അവിടുന്ന് എടുത്ത് മണ്ണിനകത്തോട്ട് വെച്ച് കുഴിച്ചിട്ടിട്ട് മൊത്തത്തിൽ മണ്ണിട്ടൊന്ന് ലാസ്റ്റ് മൂടി കൊടുക്കും. എല്ലാ സൈഡിലും വെച്ച് കൊടുക്കും കേട്ടോ. അപ്പം അപ്പുറത്തേക്കാരുടെ മിഷീൻ്റെ സൗണ്ട് കാരണമാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. അല്ലാതെ ഞാൻ ഇതിനെല്ലാം വർത്താനം പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്, നിങ്ങൾ ചെയ്യുന്നുണ്ടോ അങ്ങനെ എന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നത് കേട്ടോ. പക്ഷേ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ടാണേ. അപ്പം ഈ ഒരു ബക്കറ്റിന് 3/4 ബക്കറ്റോളം ഇഞ്ചി ഉണ്ടായിരുന്നു കേട്ടോ. ചേട്ടായി മേടിച്ചുകൊണ്ട് വന്ന് നമ്മൾ ചാണകം മുക്കി വെച്ചത്. പക്ഷേ ഏതായാലും ഇതേ തീരുമെന്ന് തോന്നുന്നില്ല. ഒരു തടവും കൂടെ നമ്മൾ വെട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഒരു തടവും കൂടെ വെട്ടിയിട്ട് ബാക്കിയും കൂടെ നടാം. അപ്പോൾ അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേനും ഇഷ്ടം പോലെ നമുക്ക് ആവശ്യത്തിന് വിത്തിനെടുത്ത് വെക്കാനും ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതും കൂടെ ആയി കിട്ടും കേട്ടോ. ഇഞ്ചിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുന്നതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. ഇച്ചിരി ഇപ്പം ഇങ്ങനെ നട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ മഴയൊക്കെ ആകത്തില്ലേ, മഴയൊക്കെ ആയി ഇതിങ്ങനെ കിളുത്ത് പൊങ്ങി വരികയല്ലേ, ആ ടൈമിൽ പച്ചച്ചാണകം കിട്ടിയാൽ ചാണകം കലക്കിയിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇഞ്ചി ഉണ്ടാകും കേട്ടോ. ഈ പറമ്പിൽ അത്യാവശ്യം നല്ലതായിട്ട് ഇഞ്ചി ഉണ്ടായതായിരുന്നു കേട്ടോ. ഞാൻ നട്ട് പിടിപ്പിച്ച് ഇഷ്ടംപോലെ ഇഞ്ചി ഉണ്ടായതായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഇതിന് നടുക്ക് ഒരു കുളം പോലെ കുത്തിയില്ലേ, അങ്ങനെ ആയപ്പോഴത്തേനും പിന്നെ സ്ഥലമില്ലാണ്ടായിട്ട് അങ്ങനെയാണ് പിന്നെ ഇല്ലാണ്ടായി പോയത്. അങ്ങനെ അങ്ങ് മൊത്തത്തിൽ തീർന്നു പോയ കണക്കായി പോയായിരുന്നു. പക്ഷേ ഇനി നമുക്ക് ഓരോന്നായിട്ട് എന്തൊരു സാധനമാണേലും നമ്മുടെ പറമ്പിലേ ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് പഠിക്കണം. ആ ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞു, അന്നേരം ഇപ്പുറത്തെ സൈഡിലോട്ട് മാറിയതാണ് കേട്ടോ. എന്നിട്ട് കണ്ടോ കൈ വെച്ച് നിങ്ങൾ കാണുന്നുണ്ടോ, കൈ വെച്ച് തന്നെ ഇങ്ങനെ മണ്ണകത്തോട്ട് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഞാൻ നിങ്ങളെ നോക്കി ക്യാമറയ്ക്കകത്ത് പറയുന്നുണ്ട്, പക്ഷേ വോയിസ് കാരണമാണ്, ഈ സൗണ്ട് കാരണമാണ്. അപ്പോൾ അപ്പുറത്തും സജിയുടെ ഒക്കെ എവിടെയും പണിയുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും സൗണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ എന്നാ പറയുന്നത്, ഇത്
ആ ഒരു ഇല വെച്ചിട്ട് വേണം ഇനി അടുത്തത് എനിക്ക് ഒരുക്കാനായിട്ട്. ഒരുക്കി ഈ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ് ഒരുക്കിയതാണ്. പക്ഷെ കുഞ്ഞ് പൊടിക്കളയായി നിറച്ച്. പിന്നെ കുറേ ചീരത്തൈ ഉണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെ കളയണ്ടെന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഉള്ള ഇടയ്ക്കല്ലേ നമുക്ക് നടാൻ പറ്റത്തുള്ളൂ. ചേനയും നടണ്ടേ. നമ്മുടെ ചീരങ്കുന്നേലെ അപ്പച്ചൻ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ സ്ഥലം തന്ന അപ്പച്ചൻ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പുറത്ത് നിന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് എന്നതാണോ എന്നും ദേഹണ്ണം. അവർ പണിക്ക് പറയുന്നത് ദേഹണ്ണം എന്നാണ് കേട്ടോ. ഇങ്ങനെ ദേഹണ്ണം ചെയ്തു അങ്ങനെ പറയും. എന്നും സിന്ധു ദേഹണ്ണമാണ്. പക്ഷെ ഒന്നും കാണാനില്ലത്. ഞാൻ പറഞ്ഞു അപ്പച്ചൻ ചേട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പണി ചെയ്യുന്നതിന് മാത്രമേ കുറ്റം പറഞ്ഞേക്കരുത്, അപ്പടി എവിടെയാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പുറത്ത് രഞ്ജിത്തിൻ്റെ കല്യാണിയുടെ വീടിൻ്റെ സിറ്റൗട്ടിൽ വന്നിരിപ്പുണ്ട്. എന്നിട്ട് എന്നോട് ഓരോന്നും തോന്നിരിച്ചുകൊണ്ടിരിക്കും. ആൾ പാവം കേട്ടോ. ഇങ്ങനെ നല്ല സംസാര രീതി, ആരും എന്നാ പറയുന്നത്, വേറൊരു ഇതല്ല, നല്ലൊരു നമ്മുടെ കാർന്നമാരുടെയൊക്കെ മാതിരി ഒരു ഭയങ്കര സ്നേഹം കേട്ടോ. അങ്ങനെ ചെയ്ത് വെക്ക്, നെയ്യൊക്കെ ഒന്ന് ഉരുകട്ടെ, പിന്നെ ചുമ്മാ തീറ്റയും കഴിഞ്ഞ് പെരയ്ക്കാതിരിക്കുമല്ലേ, പാവം സുനിൽ മാത്രം പണിയാൻ പോകുന്നു എന്നൊക്കെ. അപ്പം ഞാൻ പറയാം ശരിയാ അപ്പച്ചൻ ചേട്ടാ, പക്ഷെ നമ്മളത് ആരോടും അംഗീകരിച്ചു കൊടുക്കരുത്. നാടൻ കോഴിയും കപ്പ ബിരിയാണിയും ബോട്ടി ഫ്രൈയും പോർക്ക് ഫ്രൈയും പക്ഷെ നമ്മളാരോടും പറഞ്ഞു കൊടുക്കല്ലേ അപ്പച്ചൻ ചേട്ടാ. അപ്പം ഞാൻ ഇതൊന്നും ആരോടും പറഞ്ഞേക്കരുതേ എന്ന് പറഞ്ഞു. അങ്ങോട്ട് നെയ്യ് ഉരുകട്ടെ, അങ്ങോട്ട് പണി എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവരുടെ തിണ്ണ ഇരുന്നുകൊണ്ട് കളിയാക്കാണ് കേട്ടോ. ഒരു സമയം പോക്കുണ്ടേ, എല്ലാ ദിവസവും ഇറങ്ങി വരും. എല്ലാ ദിവസവും ഇറങ്ങി വന്ന് അപ്പുറത്ത് സേവ്രിയൻ്റെ ഒക്കെ അവിടെ കുറേ സമയം ഇരിക്കും, രഞ്ജിത്തിൻ്റെ അവിടെ കുറച്ച് സമയം ഇരിക്കും, എന്നിട്ടേ കയറി പോകത്തുള്ളൂ. എന്നോടൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്, അതിന് ഞാൻ മറുപടി പറയുന്നതാണ്. ഇത്രയൊക്കെ മതി, ഇത് തന്നെ ഏരിയ ഇങ്ങനെയാണോ തടം വെട്ടുന്നതെന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞാൽ ഇത്രയൊക്കെ മതി, തൽക്കാലം ഇത്രയൊക്കെ മതി, എനിക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ എന്നൊക്കെ ഞാൻ പറയുന്നതാണ് കേട്ടോ. എന്നെ കളിയാക്കുവാണ്. ഞാൻ നിങ്ങളെ കാണിച്ചറിയാം എൻ്റെ ഏരിയ. അപ്പോൾ ഒരെണ്ണം ഞാൻ നട്ടേ, ഒരു തടം നട്ടു. നമുക്ക് ഉള്ള സ്ഥലത്തല്ലേ, വലിയ ഒത്തിരി വീതിക്ക് നീളത്തിനൊന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഉള്ള സ്ഥലത്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തുണ്ടല്ലോ കുറച്ച് ചപ്പ് വെച്ച് കൊടുക്കണം. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊന്നച്ചാറ് വെക്കണ്ടേ. ഇപ്പം ഞാൻ വേണ്ടി ഇങ്ങനത്തെ ചപ്പ് ഇവിടെ ഉള്ളതുകൊണ്ട് ഈ ചപ്പ് അങ്ങോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ മഴ പെയ്താലും തുള്ളി അടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചപ്പ് വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ മൊത്തത്തിൽ ചപ്പ് വെച്ച് കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് വെട്ടാവേ. വേണ്ട, ഇവിടെയും 1 ഇഞ്ച് നട്ടു, അവിടെയും 1 ഇഞ്ച് നട്ടു. ചേന 1, 2, അവിടെ 3, ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 6 ചേനയും നട്ടു കേട്ടോ. ഇവിടെ അപ്പച്ചൻ ചേട്ടൻ വന്ന് നോക്കിയിരുന്നുകൊണ്ട് എന്നെ കുറ്റം പറച്ചിലായിരുന്നു കേട്ടോ. ഇങ്ങനെയാണോ വെട്ടുന്നത്, അടുത്ത വർഷം ഇത് ഉണ്ടായില്ലെങ്കിൽ പറയാം. എന്നാൽ വിളിച്ച് 2 പണി ചേന നട്ടോ കൊച്ചേ എന്ന് പറഞ്ഞ് 2 പണി തരുവാണെങ്കിലോ നമുക്ക് കാശാകത്തില്ലേ. അത് ചെയ്യത്തില്ല, കുറ്റം പറയാൻ വന്നിരിക്കും. അടുത്ത വർഷം പറിക്കുമ്പോൾ ഇവിടെ എങ്ങാനും വന്ന് ഇരിപ്പുണ്ടെങ്കിൽ 10 കിലോ ഇല്ലെങ്കിൽ ഇടിച്ച് സൂപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ 6 ചേന ഉണ്ടായിരുന്നു, 6 നട്ടു. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ പുറത്ത് ഇച്ചിരി ചപ്പ് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു കാച്ചിലും കൂടെ ഉണ്ട്, അവനെയും കൂടെ നട്ടിട്ട് കയറി പെരയ്ക്കകത്ത് പോയിരിക്കാം. ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. 3-4 മൂടി ചേനയും ഉണ്ടായിരുന്നു, അതൊക്കെ നട്ടു. കാച്ചിൽ അങ്ങേയറ്റത്ത് നട്ടു. എല്ലാ പണിയും കഴിഞ്ഞ് കയറി വന്നിട്ട് നോക്കിയപ്പോൾ ഈ ഒരു ചേനയ്ക്ക് മണ്ണിട്ട് കൊടുത്തില്ല, ചപ്പിട്ട് കൊടുത്തില്ല. ഇനി അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇച്ചിരി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കാം. മടുത്തു, കയറി വന്ന കേട്ടോ, ശരിക്കും മടുത്തു. അയ്യോ, നല്ല പണിയായിരുന്നു രാവിലെ മുതൽ ഇറങ്ങിയിട്ടേ. നമ്മുടെ ബൊക്കച്ചെടി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് പൂ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടോ. അയ്യോ നല്ല രസമല്ലേ, അടിപൊളിയല്ലേ കാണാനായിട്ട്. ഇത് കണ്ടോ, ദൂരം ഉണ്ടാകുന്നതായിരുന്നു. വന്നപ്പോഴാണ് ഒരു സാധനം കണ്ടത് കേട്ടോ. ഇത് കണ്ടോ, ഇത് എന്താണെന്നറിയോ? ഇത് നിങ്ങൾക്ക് അങ്ങനെ കാണുമ്പോൾ മനസ്സിലാകത്തില്ലായിരിക്കും. വവ്വാലാണേ, ചത്ത് കിടക്കുമോ കേട്ടോ. ചത്ത് കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നു, അറിയത്തില്ല. അയ്യോ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നവൻ തൂങ്ങി അയ്യോ ചത്തിട്ടില്ല. അയ്യോ, ഞാൻ അങ്ങോട്ടേക്ക് തട്ടിയിട്ടേ, അതിനെന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. ആവശ്യതയായിട്ട് കിടക്കുക. അയ്യോ, അങ്ങോട്ടങ്ങനെ എടുത്ത് കളയാവേ, ചാകാറായി കിടക്കുക കേട്ടോ. ഇങ്ങോട്ട് വന്നേക്കുന്നു തൂങ്ങി ചാമിട്ട്. ഇതേ വന്ന് പിടിച്ച് എന്നാന്ന് രാത്രി തെങ്ങനെ കൂടെ ഇങ്ങോട്ടെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുകൊണ്ട് ഓടുവേ. ഭയങ്കരമായിട്ട് സ്പീഡിൽ പറക്കുന്ന കാണാം. കണ്ടോ കിടക്കുന്നത്. ക്യാമറയ്ക്കകത്ത് കാണുമ്പോൾ കുഞ്ഞാന്ന് തോന്നുന്നു. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ, തീരെ ചെറുതല്ല, എന്നാൽ ഒത്തിരി വലുതുമല്ല. ഇനി എടുത്ത് കളയട്ടെ അതിനെ. എന്നാൽ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നേക്കുന്നു തൂങ്ങിച്ചാകാനായിട്ട്. അപ്പോൾ നടിയിലും പരിപാടിയൊക്കെ കഴിഞ്ഞു. തേങ്ങയും സവോളയും കൊണ്ടുവച്ച് ഞാൻ ഓർക്കാതെ എന്നാ ഇരിക്കുന്നത്. തേങ്ങയും സവോളയും കൊണ്ടുവച്ചാൽ കേട്ടോ. അപ്പോൾ ഈ ശരിക്കും അടുത്ത് 12:30 രാവിലെ ഇറങ്ങിയതല്ലേ. രാവിലെ വീട്ടിലെ അത്യാവശ്യം പണി കഴിഞ്ഞിട്ട് ഇറങ്ങിയത്. ആ മിഷനെ കയറാൻ ചെല്ലണമെന്ന് ഇടയിൽ വന്നാൽ പക്ഷെ പോയില്ല.
എനിക്ക് വെള്ളം കുടിച്ച് വയറ് നിറഞ്ഞു കേട്ടോ. അപ്പോൾ മാങ്ങാപ്പഴം പക്ഷേ ഇത് വലിയ ടേസ്റ്റ് ഇല്ല, മധുരമൊന്നുമില്ല. ചുമ്മാ ചേട്ടായി മേടിച്ചാൽ 100 രൂപ കൊള്ളത്തേ ഇല്ല. പിന്നെ ഇനി മേടിച്ചോണ്ടൊന്നും പോയില്ല, കളയാൻ പറ്റുമോ. പിന്നെ അമ്മ വെള്ളം കുടിച്ചിട്ടേ കുറേ വെള്ളം കുടിച്ചു. വെയിലില്ലായിരുന്നു രാവിലെ, അത് ഇപ്പം ഭയങ്കര വെയിൽ. 5-6 മൂട് ചേനയുണ്ട്, പിന്നെ ഒരു 2-3 മൂട് കാച്ചിലുണ്ട്, പിന്നെ 2 കണ്ടം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇഞ്ചിയുണ്ട്, 2 കണ്ട ഇഞ്ചിയുണ്ട്. അത്രയും സാധനം നട്ടു. ഇനി പയറുവിത്തൊക്കെ ഇരിപ്പുണ്ട്. സത്യം പറഞ്ഞാലേ എവിടെ കൊണ്ട് ഇടുന്നതെന്ന് ഞാനപ്പടെ ഇച്ചിരി ഇടയല്ലേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ബീൻസ് പയർ നട്ടിട്ട് നമുക്ക് പകുതി ദിവസം വെള്ളം പൂവ് ഇട്ടതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്തോ പറ്റി, വെള്ളം ഒഴിക്കാനോ എങ്ങോട്ടോട്ടോ പോവോ എന്തോ പറ്റി. അത് ഞാൻ വന്നപ്പോഴത്തേനും എല്ലാം മടിക്കരിഞ്ഞിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ഭയങ്കര മടി. അതിന് മുമ്പത്തെ പ്രാവശ്യം ഇഷ്ടംപോലെ ബീൻസ് ഉണ്ടായതാണ്. അതും ഇതൊക്കെ മുമ്പത്തുനിന്ന് ഗ്രേസേച്ചി എന്ന പയറുവിത്തൊക്കെ ഇരിപ്പുണ്ട്. അവനെ എല്ലാം കൂടെ നമുക്ക് എടുത്ത് അയിലേക്ക് ഒന്ന് ഇടണം. പിന്നെ സൂസൻ ചേച്ചിയൊക്കെ ഇവിടെ ഇല്ലായിരുന്നു, അവള് ജോലിയുടെ അടുത്ത് പോയേക്കുമായിരുന്നു. കോട്ടയത്ത് ചേച്ചിയുടെ മോളുടെ അടുത്ത്, എൻ്റെ കൂടെ പഠിച്ചവരുടെ അടുത്ത് പോയേക്കുമായിരുന്നു. 2 ആഴ്ചയായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. അപ്പം വന്നിട്ടുണ്ട്. ഇപ്പം ആശുപത്രി പോന്നു. നിന്നെ കണ്ടില്ലോടി, നീ കയറി വന്നില്ലോടി എന്നൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ അവിടെ തന്നെ ഉച്ച കഴിയുമ്പോൾ ഒന്ന് കയറി പോകാം. അപ്പം ദൈവങ്ങളോടൊക്കെ നന്ദിയൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥനയെല്ലാം ചൊല്ലിക്കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ചേട്ടായി വരാൻ വേണ്ടി നോക്കിയിരിക്കുന്നു. സന്ധ്യ ഭയങ്കരമായി കേട്ടോ. പ്രകൃതിയൊക്കെ മഴമൂടലും ചിലടത്ത് കാർമേഘവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇന്നൊന്നും മഴയൊന്നും പെയ്തില്ല, അതുകൊണ്ട് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കണമായിരുന്നു. വെള്ളമൊക്കെ ഒഴിച്ചു. അപ്പം നല്ലൊരു ദിവസമായിരുന്നു. അപ്പം ദൈവത്തിന് നന്ദിയൊക്കെ പറഞ്ഞ് കാത്തുപരിപാലിച്ച് എന്നാ പറയുന്നത്, സന്തോഷവും സമാധാനവും ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും ഒക്കെ സന്തോഷം കിട്ടിയൊരു ദിവസമായിരുന്നു. അപ്പം ദൈവത്തിന് നന്ദിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്നാ ചെയ്യണം, നമുക്ക് വൈൻഡപ്പ് കൊടുക്കാം അല്ലേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. കൂട്ടത്തിൽ ആ ബെൽ ബട്ടണോട് ഒന്ന് ഇടിച്ചു പൊട്ടിച്ചില്ല കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതിന് എല്ലാവർക്കും ടാറ്റാ.